ആഗോളവൽക്കരണം വന്നപ്പോൾ ലോകമാകെ ചെറുതായി ഒരു ഗ്ലോബെന്ന് പറയുന്നത് പോലെ തന്നെ കൈക്കൊമ്പിളിൽ ലോകം വന്നു. വിവരവിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ അനന്ത സാധ്യതകൾ തേടി ഓരോ മാനവനും തൻ്റെ കൈവിരൽ തുമ്പൊന്ന് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ അമർത്തിയപ്പോൾ ലോകം കീഴ്മേൽ മറിഞ്ഞു. ആദ്യമായി മാനവൻ സഞ്ചാരിയായപ്പോൾ തീയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ലോകം രണ്ടായി. തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള യുഗവും തീ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള യുഗവും. അതുപോലെ തന്നെ കല്ലുകൊണ്ട് ആയുധമുണ്ടാക്കിയപ്പോൾ തുടങ്ങി ശിലായുഗത്തിലെത്തുമ്പോൾ വീണ്ടും മനുഷ്യർ രണ്ടാവുകയാണ്, രണ്ട് കാലഘട്ടമാവുകയാണ്. ഇരുമ്പ് യുഗമായപ്പോഴും രണ്ട് കാലഘട്ടമായി. ഇങ്ങനെ ചരിത്രത്തിൽ പലയിടങ്ങളിൽ വച്ചിട്ടും മുൻപും പിൻപും, യേശുവിന് മുൻപും പിൻപും എന്നൊക്കെ പറയുന്നത് പോലെ, യേശുദേവന് മുൻപും പിൻപും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കാലത്തെ. ഇങ്ങനെ ലോകം രണ്ടായി മാറുന്ന, രണ്ട് കാലഘട്ടമായി മാറുന്ന ഒരു ചിത്രം ലോകത്തുണ്ട്. മാത്രമല്ല പഴയ കാലഘട്ടത്തെ അടിമുടി മാറ്റി ചിന്തിപ്പിക്കുന്നതായിരിക്കും പുതിയ കാലഘട്ടം. പഴയ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലുള്ള മാറ്റമായിരിക്കും. നവോത്ഥാനം നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ രാജഭരണമുണ്ടെന്നിരുന്നുവെന്ന് ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്കത് അത്ഭുതവും, അയ്യോ അതെന്ത് ഭരണമാണെന്ന് അവർ ചോദിക്കും. അവർ ജനായത്ത ഭരണമാണ് കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയ രംഗമെടുത്താലും സാങ്കേതിക മേഖല എടുത്താലും കാലം ഒന്നും കാത്തുവെക്കില്ല. കാലത്തിൻ്റെ കാവ്യനീതി പോലെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് 30 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കി. കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെ എടുത്ത് റോഡിലടിച്ചു. കമ്പ്യൂട്ടർ വിരുദ്ധ സമരം തന്നെ നടന്നു. ഫാക്ടറികളിലും ഓഫീസുകളിലും കമ്പ്യൂട്ടർ വന്നാൽ, ബാങ്കിങ് മേഖലയിൽ കമ്പ്യൂട്ടർ വന്നാൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് വിവരവും വിജ്ഞാനവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മലയാളി പോലും കമ്പ്യൂട്ടറിനെതിരെ തിരിഞ്ഞു നിന്നു. അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് വന്നു. കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ പുതിയ യുഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 20 25 അല്ലെങ്കിൽ 10 15 വർഷം മുമ്പ് ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ബുദ്ധിയുള്ള, കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിവുണ്ടെന്ന് നാം കരുതുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ, ചിദംബരത്തെ പോലെയുള്ള ആളുകൾ, പി ചിദംബരത്തെ പോലെയുള്ള മുൻ ധനകാര്യമന്ത്രിയൊക്കെ കളിയാക്കി 90% അസംഘടിത മേഖലയിൽ നിൽക്കുന്നൊരു ഭാരതം എങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് പോവുക? അവർ കാർഡ് സ്വിപ്പ് ചെയ്യുമോ? അവർ എന്ത് ചെയ്യും? ഇന്ന് ഇന്ത്യയിലെ ഏത് ഉൾനാടൻ ഗ്രാമമെടുത്താലും അവിടെ ഉന്തുവണ്ടി തള്ളുന്ന കപ്പലണ്ടി കച്ചവടക്കാരനും അതുപോലെ തന്നെ ഉന്തുവണ്ടിയിൽ മലക്കറി കൊടുക്കുന്ന, പച്ചക്കറി കൊടുക്കുന്നവനും ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പൈസ ഇടുന്ന കാഴ്ച നിരക്ഷരർ ധാരാളമുണ്ട്. ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ വിപ്ലവം തന്നെ നടന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡിജിറ്റൽ വിപ്ലവം നടന്ന ഇന്ത്യയിൽ ഇന്നിപ്പോൾ ചായ കുടിക്കുമ്പോൾ ഒരു വട വാങ്ങി, ചായയും വടയും വാങ്ങിയാൽ 20 രൂപ QR കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ മത്സ്യത്തൊഴിലാളി, ഒരു അമ്മയായ മത്സ്യത്തൊഴിലാളി വഴിയിൽ ഇരിക്കുമ്പോൾ, മത്സ്യം വിൽക്കുന്ന അമ്മ ഇരിക്കുമ്പോൾ അവരുടെ ചരുവത്തിൻ്റെ പിറകിൽ, ചെറിയ ചരുവത്തിൻ്റെ പിറകിൽ ഇതിൻ്റെ കാർഡ് ഒട്ടിച്ചിട്ട് ആ കാർഡ് എടുത്ത് കാണിച്ചു തന്ന് പണം കൊടുക്കുന്ന പുതിയ യുഗത്തിലേക്ക് പോയപ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ഇന്ത്യൻ നരേന്ദ്രമോദി മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അത്ഭുതമുണ്ടാക്കാൻ കഴിയുന്നത്? നിങ്ങൾ ലോകത്തിന് അത്ഭുതമാണ്. കാരണം 140 കോടി ജനങ്ങൾ, നിങ്ങൾ അവരെ ഇത്രയും എഡ്യൂക്കേറ്റൊന്നും ചെയ്ത് കൊണ്ടുപോകാതെ എങ്ങനെ ഡിജിറ്റൽ ലിറ്ററസിയിലേക്ക് പോകാൻ കഴിഞ്ഞു? ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും പശ്ചാത്തലമായി പറഞ്ഞത്, ലോകം വീണ്ടും രണ്ടാവുകയാണ്. ഇന്ത്യയും രണ്ടാവുന്നു. ആ കാലം ലോകവും ഇന്ത്യയും രണ്ടാകുമ്പോൾ അതിൽ ഇന്ത്യ ചാമ്പ്യനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മനോഹാരിത. കഴിഞ്ഞ ദിവസം കേരളത്തിലെ എത്ര ചാനലുകൾ ഇത് വളരെ സീരിയസ് ആയി ചർച്ച ചെയ്തു. ഇവിടെ വെള്ളാപ്പള്ളി നടേശനും വയറ്റിൽ കത്രിക വീണത്, അതൊന്നും വാർത്തയാക്കേണ്ടെന്നല്ല, അതെല്ലാം മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. പക്ഷേ ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ അതിമനോഹരമായൊരു സമ്മേളനം നടന്നു.
ഈ സമ്മേളനത്തിൽ 88 രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ പങ്കെടുത്തത്. ആ 88 രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിത ബുദ്ധിയിലേക്ക് ആളുകൾ പങ്കെടുത്തപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിൽ വെച്ച് നടന്നപ്പോൾ, ഗ്ലോബൽ സമ്മിറ്റ് നടന്നപ്പോൾ, ചൈനയും റഷ്യയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏകീകൃതമായ ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചില്ല, അടിച്ച് പിരിയുകയാണ് ചെയ്തത്. അവിടെയാണ് ഭാരതം ഉയർന്നു നിൽക്കുന്നത്. ഭാരതത്തിലെ ഡൽഹിയിലെ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടായി, ഒന്നാം ദിവസത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, യൂത്ത് കോൺഗ്രസ് സമരമൊക്കെ ചെയ്തു, അതൊക്കെ നിൽക്കട്ടെ, അതെല്ലാം വേണോ വേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ 88 രാജ്യങ്ങളിലെ പ്രഗത്ഭന്മാർ, ഭരണാധികാരികൾക്കുള്ള പ്രതിനിധികൾ അടക്കം ഡൽഹിയിൽ സമ്മേളിച്ചിട്ടൊരു വലിയ തീരുമാനമെടുത്തു. AI ജനാധിപത്യവൽക്കരിക്കണം. ഒരുപക്ഷെ ഇന്ത്യക്ക് മാത്രമേ അങ്ങനെ തീരുമാനിക്കാൻ കഴിയൂ. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ 2-3 കരാറുകളുണ്ടായി. ഒരു വശത്ത് കരാറുണ്ടാക്കിയ ആൾ ചെറിയ ആളല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രത്തൻ ടാറ്റയെയും അതായത് നമ്മുടെ ടാറ്റ കുടുംബത്തിലെ, രത്തൻ ടാറ്റയുടെ കുടുംബത്തിൽപ്പെട്ട ടാറ്റ കുടുംബത്തിലെ അന്നത്തെ ടാറ്റയെ, അതിൻ്റെ മുതലാളിയെ നെഹ്റു വിളിച്ച് അത്താഴ വിരുന്നിന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി മുതൽ മുടക്കുന്നതിനേക്കാൾ നല്ലത് ഭാരതത്തിൽ നിങ്ങൾ മുതൽ മുടക്കണം. ആ ഒരു വാക്ക് കൊടുത്തതിൻ്റെ ഭാഗമായി ടാറ്റ മുട്ടുസൂചി മുതൽ അറ്റം ബോംബ് വരെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. ടാറ്റയുടെ മൺവട്ടി, കാറ്, നാനോ കാറ്, എന്തൊക്കെയാണ് ടാറ്റ ഈ ലോകത്തിന്, ഇന്ത്യക്കും സംഭാവന ചെയ്തു. ദരിദ്ര കോടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് ടാറ്റ സംഭാവന ചെയ്തു. അതേ ടാറ്റ അത് മൂർഷയാണോ, മുതലാളിയാണോ, സാമ്രാജ്യത്വമാണോ, കോർപ്പറേറ്റ് ആണോ എന്നൊന്നും ചർച്ച ചെയ്യുന്നതിനപ്പുറം അതേ ടാറ്റ ഓപ്പൺ AI കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്നത് AI വിപ്ലവമായിരിക്കും. രണ്ടാമതൊരു ഏജൻസി ലോകത്തെ മൊബൈൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച, ഡിജിറ്റൽ ഇലക്ട്രോണിക് മൊബൈൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സാക്ഷാൽ അംബാനി കുടുംബം. അംബാനി കുടുംബത്തിൽ നിന്നാണ് ജിയോ എന്ന് പറയുന്ന മൊബൈൽ സംവിധാനം കാർഡ് വരികയും അതിനെ സാർവത്രികവൽക്കരിക്കുകയും ചെയ്തത്. അങ്ങനെ അംബാനിയും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി മുടക്കിയിരിക്കുന്നത്. അപ്പോഴിനി ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതിർത്തികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ലോകം മാറി ഇഷ്ടപ്പെട്ട ഭാഷയിൽ, നമ്മുടെ പ്രാദേശിക ഭാഷയിൽ, ഇനി ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ ഭാഷ അറിഞ്ഞുകൂടാത്തവർക്കും ആംഗ്യരൂപത്തിലും ആശയത്തിൻ്റെ രൂപത്തിലും കലയുടെ രൂപത്തിലുമൊക്കെ എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന, സ്ത്രീ പുരുഷ ബന്ധങ്ങളൊന്നും അല്ലെങ്കിൽ വിവേചനമൊന്നുമില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന പുതിയ കാലത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ എനിക്ക് സൗന്ദര്യം തോന്നിയത് ഡൽഹിയിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിൽ എന്നെ പ്രചോദിപ്പിച്ച 3 കാര്യങ്ങൾ. ഒന്ന്, ഇത് ജനാധിപത്യവൽക്കരിക്കാൻ ഇന്ത്യ ഒരു നിർദ്ദേശം വെച്ചു, ലോകം അത് അംഗീകരിച്ചു. 2, 88 രാജ്യങ്ങൾ അതിൽ ഒപ്പുവെച്ചു. 3, ടാറ്റയും അംബാനിയും ഇതിനകത്ത് വന്ന് കോടിക്കണക്കിന് ഡോളർ, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യ രണ്ടാകുന്നു. 2 കാലഘട്ടമാകുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മുമ്പുള്ള കാലവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ജനാധിപത്യവൽക്കരണം നടത്തിയ കാലവും. അങ്ങനെ ഇന്ത്യ രണ്ടാകുമ്പോൾ ഇന്ത്യ ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യൻ പതാക പാറിക്കളിക്കും എന്നുള്ളത് ഏതൊരു ഭാരതീയനും അഭിമാനവും ആവേശവും ഉണ്ടാകേണ്ടതാണ്.